പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്തം ചിലത് സാധിപ്പിക്കുന്നത് അത്രേ. അതുവരെ നടക്കാത്തത്, അതുവരെ മറ്റ് ഒന്നിനും ചെയ്യാൻ കഴിയാത്തത് യേശു കർത്താവിൻ്റെ രക്തത്താൽ സാധിപ്പിച്ചു. എന്താ യേശുവിന് സാധ്യമായത്? ഹല്ലേലൂയ. തിരുവചനം വായിക്കുമ്പോൾ അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമത്രേ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ സാധ്യം, യേശുവിൻ്റെ വചനത്താൽ സാധ്യം, യേശുവിൻ്റെ രക്തത്താൽ സാധ്യം. ഇന്ന് പകൽക്കാലവും അവൻ്റെ നാമത്തിനും അവൻ്റെ രക്തത്തിനും അവൻ്റെ വചനത്തിനും അസാധാരണ ശക്തിയുണ്ട്. ഈ പകൽക്കാലം നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി എത്രേ. ഹല്ലേലൂയ. നാളുകളായി ചെയ്യുന്ന ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ ചെയ്യാൻ കഴിയാത്തത് യേശു കർത്താവിൻ്റെ രക്തത്തിന് സാധിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ രക്തത്തിന് ഹല്ലേലൂയ മറ്റെന്തിനേക്കാട്ടിലും അധികം ശക്തിയുണ്ട്. നാം തിരുവചനത്തിൽ വായിക്കുന്നു, യേശുവിൻ്റെ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാട്ടിലും ഗുണകരമായി സംസാരിക്കുന്ന രക്തമത്രേ. യേശുവിൻ്റെ രക്തം വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി ശത്രുത്വം മാറ്റുന്നതത്രേ. യേശുവിൻ്റെ രക്തത്തിന് നമുക്ക് വില തരാൻ പറ്റും, നമ്മളെ വിലയേറിയവനാക്കി മാറ്റാൻ സാധിക്കും. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ട്. നാം ആയിരിക്കുന്ന ഏത് ജീവിത സാഹചര്യത്തിലും യേശുവിൻ്റെ രക്തത്തിന് നമുക്ക് ജയം തരാൻ പറ്റും. അത് സംസാരിക്കുന്ന രക്തമത്രേ. അതും നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കും. ഇന്ന് പകൽക്കാലവും ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന് നിങ്ങളെ ജയോത്സവമാക്കി നടത്തുവാൻ യേശു കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിന് സാധിക്കും. ഇതാ ഇവിടെ നാം വായിക്കുന്നു, ഹല്ലേലൂയ, വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം. ഹല്ലേലൂയ. വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം അത് മഹാപുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമുള്ളതത്രേ. ആണ്ടിലൊരിക്കൽ വിശുദ്ധ പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാറുണ്ട്. മറ്റൊരു മനുഷ്യനും അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. അത് ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം, ചില പ്രത്യേക ആൾക്കാർക്ക് മാത്രം, പ്രത്യേക സമയത്ത് മാത്രം ഹല്ലേലൂയ മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യമത്രേ. മറ്റാർക്കും പ്രവേശിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ യേശു കർത്താവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ അവൻ പ്രവേശനം സാധിപ്പിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നാളുകളായി നിനക്ക് കയറാൻ പറ്റത്തില്ലെന്ന്, നിനക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന് ലോകം വിധി എഴുതിയത് കാണും, ചർച്ച് വിധി പറഞ്ഞത് കാണും, സമൂഹം പറഞ്ഞത് കാണും. എന്നാൽ യേശുവിൻ്റെ രക്തത്തിന് ഹല്ലേലൂയ ഏത് സ്ഥലത്തും അസാധാരണമായ രീതിയിലുള്ള പ്രവേശനം തരാൻ യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങളോട് അതേ ദൂത് ഞാൻ കൈമാറുകയാണ്. നാളുകളായി അവരടച്ചു വെച്ച് കാണും, നിനക്ക് കയറാൻ യോഗ്യതയില്ല, നിനക്കിവിടെ വരാനുള്ള ഒരു സാധ്യതയുമില്ല എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അടച്ച വാതിലുകൾ, നിങ്ങളുടെ മുമ്പിൽ അടച്ച ഹല്ലേലൂയ വഴികൾ കർത്താവ് തുറക്കും. കർത്താവ് അതിന് വിശ്വസ്തന. ഒരു പക്ഷേ പറഞ്ഞു കാണും, ഹല്ലേലൂയ ഇവിടെ പ്രവേശിക്കണമെങ്കിൽ ആണ്ടിലൊരിക്കൽ മാത്രമേ സാധിക്കത്തുള്ളൂ, അതും ആട്ടുകൊറ്റന്മാരെയും ഹല്ലേലൂയ കാളകളെയും കൊന്ന് അതിൻ്റെ രക്തവുമായി വരണം, വീണ്ടും മൃഗങ്ങളെ അറക്കണം, വീണ്ടും ഒത്തിരി ചടങ്ങുകൾ ചെയ്യണം, ഒത്തിരി പ്രൊസീജിയറിലൂടെ കടന്നു പോകണം, എന്നാലേ കാര്യം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ കൊട്ടിയടച്ച വാതിലായിരിക്കാം. ഇന്ന് രാവിലെ സന്തോഷത്തിൻ്റെ വാർത്ത, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചതുകൊണ്ട്, നമുക്ക് വേണ്ടി അവൻ്റെ പരിശുദ്ധ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ഇനി ആരുടെ മുമ്പാകെയും നാം കൈനീട്ടേണ്ട ആവശ്യമില്ല, ആരോടും യാചിക്കേണ്ട ആവശ്യമില്ല. നീ ഒരു ദൈവ പൈതലാണോ? നിന്റെ മുമ്പാകെ വാതിലുകൾ തുറക്കപ്പെടും. ആരടച്ചാലും തുറപ്പാൻ കഴിവുള്ളവൻ തൻ്റെ രക്തത്താൽ ആ ഒരു പ്രവേശനം, അതിനുള്ള ഒരു സാധ്യത നമുക്ക് വേണ്ടി തുറന്നു. ആർക്കും ഇനി അടയ്ക്കാൻ പറ്റത്തില്ല. ആ രക്തം നമുക്ക് വേണ്ടി സംസാരിച്ച് നമ്മെ നടത്തുന്ന രക്തമത്രേ. ഹല്ലേലൂയ. പല ചടങ്ങുകളിലൂടെ, പല കടമ്പകളിലൂടെ കടന്നു മാത്രമേ അകത്ത് ചെല്ലാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലവും വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് കുഞ്ഞാടിൻ്റെ രക്തത്താൽ
പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. നാളുകളായി അടച്ച വാതിലുകൾ, നാളുകളായി തടഞ്ഞു വെച്ച നന്മകളെ ആ രക്തം നമുക്ക് വേണ്ടി തുറന്നു. എന്നിട്ട് വേദപുസ്തകം പറയുന്ന മൂന്നാമത്തെ കാര്യം, എന്നേക്കുമുള്ള വീണ്ടെടുപ്പിനെ സാധിപ്പിച്ചു. ഒരു പക്ഷേ ആട്ടുകൊറ്റൻ്റെ രക്തത്താൽ, ഹല്ലേലൂയ, പശുഭസ്മത്താൽ ലഭിക്കുന്നത് ഒരു കാലഘട്ടത്തിലേക്കേ ഉള്ളൂ, ഒരാണ്ടിലേക്കേ ഉള്ളൂ. അടുത്ത ആണ്ടിൽ അതേ സമയത്ത് ആ പുരോഹിതൻ വീണ്ടും മറ്റൊരു കാളക്കുട്ടിയെ കൊന്ന്, മറ്റൊരു ആട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ രക്തവുമായി പ്രവേശിക്കണമായിരുന്നു. എന്നാൽ ഇതാ ഇവിടെ പറയുന്നു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്. ഹല്ലേലൂയ. വീണ്ടെടുപ്പിന് ഒരു കാലാവധിയല്ല, അതിന് കാലാവധിക്കപ്പുറത്ത് ഇറ്റേണൽ റിഡംഷൻ. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നിത്യത മുതൽ നിത്യത വരെയുള്ളത് അവൻ ഓൾറെഡി അതിൻ്റെ വില കൊടുത്തു. അവൻ വീണ്ടെടുപ്പ് സാധിച്ചു. അതുകൊണ്ടൊരു ദൈവ പൈതൽ വിശ്വാസത്തിൽ കണ്ട്, ഹല്ലേലൂയ, അത് പ്രാപിച്ചാൽ മാത്രം മതി. യേശുവിൻ്റെ രക്തത്താൽ കിട്ടിയ വീണ്ടെടുപ്പ് അത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. അതിന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ അതിൻ്റെ പരിധി തീർന്ന് നിൻ്റെ മുമ്പാകെ വീണ്ടും വാതിലുകൾ കൊട്ടി അടയ്ക്കത്തില്ല. പിന്നെയോ നിനക്ക് വേണ്ടി നിത്യമായി ആ വാതിലുകൾ തുറന്നിരിക്കുന്നു. പ്രിയരെ, ഇന്ന് പകൽക്കാലവും തിരുവചനം പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ആ ഒരു രക്തത്തിൻ്റെ ശക്തിയാലുള്ള പ്രവേശനം, വാതിലുകൾ, അതിനെക്കുറിച്ച് വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2, ഹല്ലേലൂയ, ഒരിക്കൽ, ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ ഒരാൾക്ക് വേണ്ടി, ഒരു ജാതിക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി തുറന്നത് ഒരു യോഗ്യതയുമില്ലാത്ത നമുക്ക് വേണ്ടി തുറന്നു. 3, ഇത് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണ്. നമ്മുടെ കർത്താവ് നമ്മെ അങ്ങനെ വഴി നടത്തുമാറാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.